ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ന്യൂക്ലി എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു 10 ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് ഫുള്ളി പഠിച്ചാലോ. ഈവൺ ഇനി എന്ത് ടഫായാലും പ്രോബ്ലം ആയാലും റെയർ ക്വസ്റ്റ്യൻ ആയാലും ഗ്രാഫ് ആവട്ടെ, എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ ഷുവർലി സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഷുവർലി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ കുട്ടികൾ ചോദിച്ചൊരു ചാപ്റ്റർ ആയിരുന്നു ന്യൂക്ലിൻ്റെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ന്യൂക്ലി ചെയ്യാണ്. തൊട്ട് മുമ്പ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. മക്കൾ അത് കാണാൻ ഇനൊന്നും പഠിക്കാത്ത ഒരാളാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് പഠിച്ച് സെറ്റാക്കിയത് നൈസായിട്ട് പാസ് ചെയ്ത് പോവാം. ഓക്കെ, അതുപോലെ തന്നെ അതൊന്നും അവൻ എല്ലാം പഠിച്ച ഒരാളാണെങ്കിലും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ, എസ്പെഷ്യലി അവരെ സംബന്ധിച്ചിടത്തോളം മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടാത്തുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, എന്തോ ഒരു പിഴവുണ്ടെന്ന് ചിന്തിക്കുക. ഒന്നുമില്ല, നിങ്ങളിത് പഠിച്ചതിനെ തീർന്ന്. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻസ് ബൂസ്റ്റ് അപ്പ് ചെയ്യുന്ന എന്ത് ടഫ് വന്നാലും സീനില്ല. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം എന്ത് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ശരിക്കും ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല, നമുക്ക് ടൈം കളയുന്നില്ല. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഞാൻ ഓൾറെഡി പറയുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ സ്പീഡാകുമ്പോൾ നിങ്ങളൊന്നും എന്ത് ചെയ്യുക, സ്ലോ ആക്കി കണ്ടാൽ, അല്ലെങ്കിൽ വീഡിയോ അത്ര ലെങ്തി ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, വാട്ട് ഈസ് മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. ഞാൻ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, ന്യൂക്ലി എന്ന് പറയുന്ന ചാപ്റ്ററിൽ. മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി. ഞാൻ ക്വസ്റ്റ്യനും ആൻസറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ് ആൻഡ് ആക്ച്വൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. ആ ഇക്വേഷൻ പഠിച്ചിരിക്കണം. ഞാൻ ഇക്വേഷൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു ZMP പ്ലസ് A മൈനസ് ZMN മൈനസ് M. അതിലാരാണ് സെഡ്? ഞാൻ ഒരു ഈ കൊടുത്തൊരു കാര്യം വെച്ചാൽ, ഒരു ഇക്വേഷൻ കിട്ടിക്കാൻ മക്കളെ അതിൽ ഓരോ ടേംസ് ആരാണെന്ന് പറയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഡബിൾ വാല്യുവേഷൻ എന്നുള്ള കാര്യം മറന്നു പോവല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ഞാൻ ടൈപ്പ് ചെയ്യാൻ കാരണം. ഇക്വേഷൻ പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെഡ് ആരാണ്? അറ്റോമിക് നമ്പറാണ്. ഓർ മാസ് ഓഫ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. എ മാസ് നമ്പറാണ്. എം സഫിക്സ് പി ആണ് കേട്ടോ. മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. MN ആരാ? മാസ് ഓഫ് ന്യൂട്രോൺസ് ആണ്. ക്യാപിറ്റൽ M ആരാണ്? ആക്ച്വൽ മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ മാസ് ഡിഫക്റ്റ് മാത്രമല്ല ചോദിച്ചത്, ബൈൻഡിങ് എനർജിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആരാണ് മക്കളെ ബൈൻഡിങ് എനർജി? ബൈൻഡിങ് എനർജി ഈസ് ദ എനർജി ഇക്വലൻറ്റ് ടു, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ മാസ് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജിയാണ് ആര്? ബൈൻഡിങ് എനർജി. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുക ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ കേട്ടോ. ഈസ് ഈക്വൽ ടു MC². നമുക്കറിയാലോ മാസ് ഈസ് വൺ ഫോം ഓഫ് എനർജി. മാസ് ഈസ് ഇക്വലൻറ്റ് ടു എനർജി നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈസ് ഈക്വൽ MC² വെച്ചിട്ടാണ് ഡെൽറ്റ M × C² ആണ് EB. ബൈൻഡിങ് എനർജി EB വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അങ്ങനെ വേണം പറയാം. മാസ് ഡിഫക്റ്റിന് കറസ്പോണ്ടിങ് എനർജി എന്ന് പറയാൻ പറ്റുമെങ്കിൽ നൈസായിട്ട് മാർക്ക് കിട്ടി. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യുകയാണെങ്കിലോ അത് ഇറ്റ് ഓൾസോ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ആവറേജ് എനർജി നീഡഡ് ടു സെപ്പറേറ്റ് എ ന്യൂക്ലിയസ് ഇൻ ടു ഇറ്റ്സ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ EB = ഡെൽറ്റ M ആണ് കേട്ടോ. ഡെൽറ്റ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ അങ്ങനെ സിമ്പിൾ കൊടുത്തതാണ്. ഡെൽറ്റ M × 931.5 MeV. MEVയിൽ തന്നെ പഠിക്കുക. ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ്. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറയും, എപ്പോഴും ഒരു വോയിസ് ആയിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. തൊട്ടുമ്പ് 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കുക. നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ആരും എന്നിട്ട് ആൻസർ പറഞ്ഞില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് MEV ഇലക്ട്രോൺ വോൾട്ട്, മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഒരു മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഇവിടെ കൊടുത്തത്. ഇലക്ട്രോൺ വോൾട്ട് എന്തിൻ്റെ യൂണിറ്റ്? വോൾട്ട് നേടിയിട്ട് വോൾട്ടേജ് എന്ന് പറയല്ലേ, അത് പ്രീവിയസ് ആണ്. ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി ആണ് കേട്ടോ. AMU എന്തിൻ്റെ യൂണിറ്റ് ആണ്? മാസിൻ്റെ യൂണിറ്റ് അല്ലേ, എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ. അതേപോലെ അപ്പോൾ നമ്മൾ കൂടുതൽ ബൈൻഡിങ് എനർജി പ്രോബ്ലം വരുന്ന പ്രോബ്ലം ഇൻക്ലൂഡാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ആക്കുക. അപ്പോൾ പ്രോബ്ലം വരുന്ന സമയത്ത് ബൈൻഡിങ് എനർജി മിക്കവാറും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച മക്കളെ NCERT ക്വസ്റ്റ്യൻ ആണ് വരിക. ഓക്കെ, ഇൻ ദ യൂണിറ്റ്സ് ഓഫ് MEV എന്ന് പറയുക. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താ? മാസ് ഡിഫക്റ്റ് ഡെൽറ്റ M തൊട്ടും പറഞ്ഞ ഇക്വേഷനിലെ അത് വെച്ച് കണ്ടുപിടിച്ചിട്ട് 931.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടോ? 100%. ഇനി എവിടെ നിന്ന് റെയർ വരുന്ന ഒരു റെയർ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് കുട്ടികൾ, അത് പറഞ്ഞാൽ ഫുൾ മാർക്ക് പഠിക്കുന്ന കുട്ടികളും എല്ലാവർക്കും ഈ 10 ക്വസ്റ്റ്യൻ ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ആ ക്വസ്റ്റ്യൻ നോക്കാതെ വിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന്. ഓക്കെ, അത് വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ആക്കാം. നമുക്ക് ഇപ്പോൾ തൽക്കാലം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ വന്ന് ഓർമ്മിക്കുന്നുണ്ട്. മോഡൽ എക്സാം ന്യൂക്ലിയർ ഫ്യൂഷൻ, നമ്മളെ സ്റ്റാർസ് സണ്ണിൻ്റെ കേസിലൊക്കെ പറയുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷനാണ് അത് വരുന്നുണ്ട്. ബട്ട് കൂടുതൽ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ ആണ്. ന്യൂക്ലിയർ പ്രോസസ്സ്, ന്യൂക്ലിയർ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? ഇനി ന്യൂക്ലിയർ ഫിഷൻ, a heavier nucleus when bombarded with a neutron splits into 2 or more lighter nuclei with the emission of large amount of energy. അല്ലെ, ഹെവിയർ ന്യൂക്ലിയസ് ആണ്. ന്യൂട്രോണായിട്ട് കൊളൈഡ് ചെയ്തിട്ട് ഇവർ ലൈറ്റർ എലമെൻ്റ് ആയിട്ട്, എന്തിനാ ലൈറ്റർ എലമെൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്? അവർക്ക് സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ കുറേ എനർജി ഇവർ ഇങ്ങനെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. മക്കൾ നിങ്ങളിത് മാത്രം പഠിച്ചാൽ പോരാ. ഇതിപ്പോൾ നോർമലി ജസ്റ്റ് ഒന്ന് പാസ് ആവുന്ന ഡബിൾ പാസ് ഒക്കെ ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ബട്ട് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. മക്കൾ നിങ്ങൾ എക്സാമ്പിൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ NCERT
എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ന്യൂട്രോൺ. യുറേനിയം 92 235 അറ്റോമിക് നമ്പറാണ്. 92 എനിക്ക് സഫിക്സ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അതുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് 92 യുറേനിയം 92 236 ആവുന്നു. അവനക്കാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. എന്നിട്ട് ബേരിയം 56 144 ക്രിപ്റ്റോൺ 3689 ഒരു 3 ന്യൂട്രോണും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കാൻ. അപ്പം അവിടെ എന്തെങ്കിലും ആയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ന്യൂക്ലിയർ പ്രോസസ്സ് നമ്മുടെ സിലബസിലുള്ളതാണ്. അവരെന്തെങ്കിലും ഒന്ന് ഇൻഡയറക്റ്റ് ആക്കുകയാണെങ്കിൽ ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ എനർജി എന്തായിട്ടാണ് യൂസ് ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ ഒരു നോട്ടായിട്ട് കൊടുത്ത് ഇതുവരെ വന്നതല്ല മക്കളെ. ദ ഡിസിൻറ്റഗ്രേഷൻ എനർജി ഓർ ക്യൂ വാല്യൂ എന്നൊക്കെ പറയും ഇൻ ന്യൂക്ലിയർ ഫിഷൻ ഫസ്റ്റ് അപ്പിയേഴ്സ് ആസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് ന്യൂട്രോൺസിൻ്റെയും ബാക്കി വന്ന് ഇപ്പോൾ ക്രിപ്റ്റോണും ബേരിയോണും ഇല്ലേ, ആ ബേരിയം ഇല്ലേ, ഓക്കെ, ക്രിപ്റ്റോണിൻ്റെ ബേരിയൻ്റെ ഒക്കെ കൈനറ്റിക് എനർജി ആയിട്ട്, അതുപോലെ ന്യൂട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് ഫസ്റ്റ് മാറുക. അതിനുശേഷം അങ്ങനെ ചോദിച്ചാലോ, അത് ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ഇത് വന്നിട്ടില്ല കേട്ടോ. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സറൗണ്ടിങ് മാറ്റർ. അത് പിന്നീട് സറൗണ്ടിങ് മാറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എന്ത് ഫോമിലാണ്? അപ്പിയറിങ് ആസ് ഹീറ്റ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ വന്നില്ല. നോർമലി ചോദിക്കുക ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫിഷനാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എക്സാമ്പിൾസ് എഴുതി റിയാക്ഷനൊക്കെ ഇല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സ്റ്റെപ്പ് മുമ്പോട്ടേക്ക് നടന്നതാണ് ഈ ഒരു നോട്ടായിട്ട് ഞാൻ കൊടുത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ് മക്കളെ. വാട്ട് ആർ ഐസോടോപ്സ്, ഐസോബാർസ് ആൻഡ് ഐസോട്ടോൺസ്? സിമ്പിളായിട്ട് 1 മാർക്കിന് എപ്പോഴും വരുന്നൊരു കാര്യമാണ് ഐസോട്ടോപ്പ്. നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായിട്ട് ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം. ബട്ട് ഞാൻ ഇത് ചെയ്യാം, ഈ ലെവൽ ലോ ലെവൽ മുതൽ ഹൈ ലെവൽ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെൻറ്റ് ഡിഫറൻറ്റ് മാസ് നമ്പറാണ്. എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ്റെ എക്സാമ്പിൾസ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം പറയാം, കാർബൺ ഡേയ്സ് പറയാം. ഐസോബാറാണ് ഡിഫറൻറ്റ് എലമെൻ്റ് ആണ്, സെയിം മാസ് നമ്പർ വരുന്നതാണ്. നമ്മൾ ട്രീഷ്യത്തിൻ്റെ കേസ് ഹീലിയം He2 3 പറയാം. അതുപോലെ കാർബൺ 14ൻ്റെ കേസും N714 പറയാം, മാസ് നമ്പർ സെയിം ആണ്, അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിട്ടുള്ള. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ സെയിം ന്യൂട്രോൺ നമ്പർ വരുന്നതാണല്ലേ. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ പഠിച്ചു നോക്കുക. ഞാനത് ട്രിഷ്യം കൊടുത്തു, ഹീലിയം He24 3 - 1 2 ആണ്, 4 - 2 2 ആണ്. ഏതെങ്കിലും 2 എക്സാമ്പിൾ ഒന്ന് പഠിച്ചു നോക്കട്ടെ, അതിന് വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, എന്തെങ്കിലും എക്സാമ്പിൾ ഇതിൽ എന്താണെന്ന് ചോദിക്കുക, ഐസോട്ടോപ്പാണ്, ഐസോബാറാണ്, ഐസോട്ടോൺസ് ആണെന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമ്പിൾ ഇതാ, അത് കൂളാണ്, അതിലൊന്നും ഒരു കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. ഓക്കെ, പിന്നെ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് വലിയ സീനൊന്നുമില്ല, വേണ്ടവരൊന്നും നോക്കുക. മിറർ ന്യൂക്ലി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ്, മിറർ ന്യൂക്ലി ചെറുങ്ങനൊക്കെ നമ്മൾ അറിയാം. ചെറിയ എൻട്രൻസിൻ്റെ വളരെ ലോ ലെവൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. ബോർഡ് എക്സാമിന് കുട്ടി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും മിറർ ന്യൂക്ലി. അത് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസിനെ സംബന്ധിച്ച ഡെൻസിറ്റി എന്താണ്? നോർമലി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ഞാൻ അത് ടൈപ്പ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഇവിടെ നിന്ന് ഒരു സംഭവം ഒന്ന് എടുത്ത് പറയുന്നുണ്ട്. കാൽക്കുലേഷൻ പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കുക. ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസിൻ്റെ വാല്യൂ 2.29 അല്ലെങ്കിൽ 2.3 × 10⁻17 kg/m³ ആണ്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോർമൽ അങ്ങനെ ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയും ഹൈഡ്രജൻ്റെ ഡെൻസിറ്റി എന്താണ്, യുറേനിയത്തിൻ്റെ ഡെൻസിറ്റി എന്താണ്, കാൽഷ്യത്തിൻ്റെ ഡെൻസിറ്റി എന്താണ്. അപ്പോൾ താഴെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ന്യൂക്ലിയർ സൈസ് എന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാ ഡെൻസിറ്റി ഓഫ് ഓൾ ന്യൂക്ലിയസ് ദ സെയിം. ഇൻസൈഡ് കൊടുത്ത വേർഡാ, എല്ലാ ന്യൂക്ലിയസിനും എന്താണ് മക്കളെ ഡെൻസിറ്റി സെയിമാ. ഇനി ആര് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ എന്ത് എഴുതി കൊടുക്കടാ, 2.3 × 10⁻17 kg/m³ ആണ് ധൈര്യപൂർവ്വം എഴുതി കൊടുക്കുക. പറഞ്ഞു വരുന്നത് ഈ ഇക്വേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ കിട്ടുന്നതിന് ചെറിയ 2 സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ മാസ് ബൈ വോളിയം മാസ് AMU 1.6605 വേണ്ടവർ ജസ്റ്റ് പറ്റുമെന്ന് നോട്ട് ചെയ്യുക. സ്പീഡാവുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോ ആയിട്ട് കാണുക. കാരണം ഞാൻ ലെങ്ത് ആയിട്ട് ആക്കുന്നതിന് പകരമാണ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇൻ കേസ് സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ കേട്ടോ, ആരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. 1.6605 × 10⁻27 × A നമ്മൾ മാസ് നമ്പർ ഡിവൈഡഡ് ബൈ വോളിയം എന്താ 4/3 πr³. ആ r³ പകരം സംതിങ് കൊടുക്കാനുണ്ട്. ആരാണ് r? അതെനിക്കൊരു പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. റേഡിയസ് എന്താ? അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് അല്ലെങ്കിൽ സൈസ്, ന്യൂക്ലിയർ സൈസ് ആൻഡ് മാസ് നമ്പർ എന്നൊരു ടോപ്പിക് ഓർമ്മയുണ്ടോ? R = r0 a⁻⁴. അപ്പോൾ ആറിന് വരെ അത് കൊടുക്കുന്നു. അപ്പോൾ r³ വരുമ്പം r0 a⁻⁴ ഹോൾ³ ഒക്കെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് ഈ വാല്യൂ കിട്ടുന്നത്. മക്കൾ നിർബന്ധമായിട്ടും ആ ഒരു സ്റ്റെപ്സും കൂടി ഒന്ന് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കാം, ബുദ്ധിമുട്ടില്ലെങ്കിൽ. നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാനത് പറഞ്ഞുതരാം, സീനില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 5ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലോട്ട് ദ ബൈൻഡിങ് എനർജി കർവ്
കർവ്. നോർമലി ഗ്രാഫ് വരാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് നിങ്ങൾ ആ ഷേപ്പ് ഒന്ന് അറിഞ്ഞിരിക്കും. ഇതുപോലെ ഓരോ എലമെൻറ്റും ഇങ്ങനെ പോയി കയറി വന്ന് ഹൈഡ്രജൻ ഇങ്ങനെ ഓരോ ലിഥിയം, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ ഇങ്ങനെ ഓരോന്നോരോന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അവസാനം യുറേനിയം അങ്ങനൊന്നും പഠിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു ഷേപ്പ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ പറയുക, ഏറ്റവും ടോപ്പിലുള്ള ആൾ എക്സ് ആക്സും വൈ ആക്സും എന്ന് പറഞ്ഞ് നോക്കണം. മാസ് നമ്പർ, മറ്റേ ആൾ ബൈൻഡിങ് എനർജി. അല്ല ബൈൻഡിങ് എനർജി കേവ് എന്നേ പറയുള്ളൂ, പക്ഷേ അത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണാണ്. അതെന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി ഡിവൈഡ് ബൈ മാസ് നമ്പർ ചെയ്താൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. നമ്മളതിന് EBN എന്നൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പബ്ലിക് എക്സാം ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ളത് ആരാണ്? നിങ്ങൾക്ക് ഗ്രാഫിന് വ്യക്തമാണല്ലേ, Iron 56. ഡോൺ വെറി, അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പബ്ലിക് എക്സാം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് മാക്സിമം ഫോർ Iron 56. അത് നോർമലി ചോദിക്കുന്ന അതിൻ്റെ വാല്യൂ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. എത്രയാണ് ഇപ്പോൾ അയണിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ? അത് 8.75 മെഗാ ഓർ മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ്. ക്ലിയർ ആണോ? ഇതൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഡാറ്റ ഒന്ന് നോട്ട് ചെയ്യുക. ഒന്നുമില്ല, മാസ് നമ്പർ ലെസ് ദാൻ 30, അതായത് ലെസ് ദാൻ 30 ആകുമ്പോൾ അവർക്ക് ബൈൻഡിങ് എനർജി കുറവാണ് കേട്ടോ. അവർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അതുപോലെ മാസ് നമ്പർ ഗ്രേറ്റർ ദാൻ 170 വരുമ്പോഴും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? മാസ് നമ്പർ 30-നേക്കാൾ കുറവുള്ളവരും മാസ് നമ്പർ 170-നേക്കാൾ കൂടിയ ആൾക്കാർക്കും ബൈൻഡിങ് എനർജി കുറവാണ്. ഇതിൻ്റെ ഇടയിൽ, അതായത് മാസ് നമ്പർ ഇൻ ബിറ്റ്വീൻ 30 ആൻഡ് 170 ഉള്ള ആൾക്കാണ് ബൈൻഡിങ് എനർജി ഒരു മോശമില്ലാതെ. അപ്പോൾ ചിന്തിക്കാം, ബൈൻഡിങ് എനർജി കൂടിയാൽ എന്താണ് അഡ്വാൻറ്റേജ്? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും കേട്ടോ. ബൈൻഡിങ് എനർജി കൂടുതലാണെങ്കിൽ ആ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? അത് നമ്മുടെ Iron 56 തന്നെയാണ്. കാരണം എനിക്കാണ് ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ക്ലിയർ അല്ലേ മക്കളെ? എന്തുണ്ട് നിങ്ങൾ ചോദിച്ചോട്ടോ. ഓക്കെ, കാരണം നിങ്ങളുടെ സക്സസിൻ്റെ ഒരു പാർട്ടാകാൻ വേണ്ടി നല്ലോണം ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് മെൻ ബൈ റേഡിയോ ആക്ടിവിറ്റിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊന്നുമില്ല. ഇറ്റ് ഈസ് ദ സ്പോണ്ടേനിയസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഹെവി ന്യൂക്ലിയസ് ബൈ എമിറ്റിംഗ് റേഡിയേഷൻസ്. ആ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന എക്സാമ്പിൾസ് ഒന്ന് അറിഞ്ഞിരിക്കുക. റേഡിയം, വനേഡിയം, തൂറിയം. അവർക്ക് ടഫ് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. കാരണം റേഡിയോ ആക്ടിവിറ്റിനെ കുറിച്ച് മോഡൽ എക്സാമിന് വന്നതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. പിന്നെ എനിക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയ മറ്റൊരു കാര്യം, അതുകൊണ്ട് പറയാം, ഇൻഡയറക്റ്റ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ സേഫാണ്. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഷുവർലി സേഫാണെന്ന് 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് പറയാം. ആക്ടിവിറ്റി എന്താണെന്ന് ചോദിക്കാം. ആക്ടിവിറ്റി റേഡിയോ ആക്ടിവിറ്റി അല്ല മക്കളെ, ആക്ടിവിറ്റി അത് ഡിലീറ്റ് കണക്ഷൻ പോകുന്നുണ്ട്, ഷുവറാണ്. ചെറിയൊരു കണക്ഷനൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ബട്ട് ആക്ടിവിറ്റി നിങ്ങൾ ഒഴിവാക്കല്ലേ. കാരണം ലോ ഓഫ് റേഡിയേറ്റിവിറ്റിക്ക് അതിൻ്റെ ടൈപ്സ് ആണ് ഡിലീറ്റ് ചെയ്യുന്നതിനെ വീണ്ടും പറയുകയാണ്. ആക്ടിവിറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം മക്കളെ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡീകേ റേറ്റ് വിച്ച് മീൻസ് ദ നമ്പർ ഓഫ് ന്യൂക്ലി ഡിസിൻറ്റഗ്രേറ്റിംഗ് പെർ യൂണിറ്റ് ടൈം. ഇത്രയേ ഉള്ളൂ നമ്പർ ഓഫ് ഇത്ര മാത്രം പഠിക്കുക. ആക്ടിവിറ്റിയും റേഡിയോ ആക്ടിവിറ്റി എന്താ? റേഡിയോ ആക്ടിവിറ്റി ഒരു ഫിനോമിനനാണ്. ആക്ടിവിറ്റി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ ആക്ടിവിറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്, 6 കൊണ്ടൊക്കെയാണ് ഡിനോട്ട് ചെയ്യുക. -dN/dt എന്നൊക്കെയാണ് പറയുക. ഞാൻ പിന്നെ അത് ഒഴിവാക്കിയതാണ്, കാരണം നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടാക്കാണ്ട് വെച്ചാൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിച്ചാൽ സേഫാണ്. ആക്ടിവിറ്റി ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലി ഡിസിൻറ്റഗ്രേറ്റിംഗ് പെർ യൂണിറ്റ് ടൈം. ആക്ടിവിറ്റിയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അവൻ്റെ SI യൂണിറ്റ് ബെക്കറിൽ ഞാൻ 1 വേർഡ് സെഷനിൽ പറയുന്നുണ്ട്. ക്ലിയർ ആണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1 മാർക്ക് സെഷനിൽ ഞാൻ ഇതെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു യൂണിറ്റാണ് ക്യൂറി. 1 ക്യൂറി ഈസ് ഈക്വൽ ടു ഡാഷ് ബെക്കറിൽ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1 ക്യൂറി ഈസ് ഈക്വൽ ടു 3.7 × 10⁻10 ബെക്കറിൽ. ഇത് കുറേ കുട്ടികൾ ഒഴിവാക്കിയ ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അറിയാത്തവരുണ്ടാവും, അറിയുന്ന കുറേ ആൾക്കാരുണ്ടാവും, അറിയാത്ത ആർക്കെങ്കിലും ഇത് അഡ്വാൻറ്റേജ് ആണ്. മക്കൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഷുവർലി നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളൊന്ന് പറയാം. സജഷൻ ആണെങ്കിലും എന്താണ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഡൗട്ട് ആണെങ്കിലും എന്താണെങ്കിലും അതിലൊന്ന് പറയാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് പോയാലോ ക്വസ്റ്റ്യൻ നമ്പർ 7 എത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ ഫിഷൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇതിൻ്റെ കാരണം ഞാൻ ഫ്യൂഷൻ ലാസ്റ്റ് ഇടാൻ കാരണം ഈ ഫ്യൂഷൻ ഓൾറെഡി ചെറിയൊരു രീതിയിൽ ഇവിടെ വന്നു, മോഡലിന് വന്നു. ഫിഷനാണ് കൂടുതൽ ഇൻ കേസ് ഇനി ചാൻസ് ഉള്ളത്. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ വെൻ 2 ലൈറ്റർ ന്യൂക്ലി ഫ്യൂസ് ടു ഫോം എ ലാർജർ ന്യൂക്ലി എനർജി റിലീസ്. അല്ലെങ്കിൽ ചെറിയ ലൈറ്റർ ന്യൂക്ലിയർ പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയസ് ആകുന്ന പരിപാടിയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ആ സമയത്തും ന്യൂക്ലിയർ എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. മക്കൾ നിങ്ങൾ ബുദ്ധിമുട്ടില്ല. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ സ്റ്റാർസിൽ നടക്കുന്ന, എസ്പെഷ്യലി സണ്ണിലൊക്കെ, സൺ ഒരു സ്റ്റാർ ആണല്ലോ, അവിടെയൊക്കെ നടക്കുന്ന പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ ന്യൂക്ലിയർ ഫ്യൂഷന് 2 എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞിരിക്കുക. ഈ റിലേഷൻ ഒന്ന് പറ്റുമെങ്കിൽ റിയാക്ഷൻ ഒന്ന് പഠിച്ചു നോക്കുക. NCERT നിന്ന് ടൈപ്പ് ചെയ്തതാണ്. അതായത് പ്രോട്ടിയം കൂടി ചേർന്നിട്ട് ഡ്യൂട്ടീരിയം ആവുന്നു. അതേസമയം പോസിട്രോൺ ആട്ടോ, ഈ പ്ലസ് പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോ ആണ്. എനിക്ക് ന്യൂട്രിനോ ടൈപ്പ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഒരു വൈൻ്റെ സംഭവം കൊടുത്തിയാണ് ടൈപ്പിങ്ങിൽ ഉണ്ടായ സമയത്ത്. ന്യൂട്രിനോ പ്ലസ് 0.42 MeV ആണ്. ആ വാല്യൂ ഒന്നും പഠിക്കണത്, എനർജി എന്ന് പഠിച്ചത് 0.42 ഒന്നും പഠിക്കണം വേണ്ട, എനർജി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിട്രോൺ ന്യൂട്രിനോ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ഒഴിവാക്കിക്കോ. നിങ്ങൾ H11 പ്ലസ് H11 ഗീവ്സ് H12 എന്ന് മാത്രം വെച്ചോ. രണ്ടാമതൊരു റിയാക്ഷൻ കൂടി H12 പ്ലസ് H12 നമ്മൾ ഡ്യൂട്ടീരിയം കൂടി ചേർന്നിട്ട് ഹീലിയത്തിൻ്റെ ഐസോട്ടോപ്പ് He23 ആവുന്നു. ചിലപ്പോൾ H13 ട്രീഷ്യത്തിനും ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു റിയാക്ഷൻ ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ കുറച്ചും കൂടി റിയാക്ഷൻ ഒക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം മാർക്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ റിയാക്ഷനും കൂടി വെച്ച് എഴുതേണ്ടി വരും. പിന്നെ ഞാൻ നോട്ടായിട്ടൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, ഒരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ. ഒന്നുമില്ല മക്കളെ, ഫ്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് എ തെർമോന്യൂക്ലിയർ. ഞാൻ 1 വേർഡ് സെഷനിൽ ഇത് പറയുന്നുണ്ട്. തെർമോന്യൂക്ലിയർ പ്രോസസ്സ് എന്ന് കാണാത്തൊരു നിർബന്ധമായിട്ട് കാണട്ടോ. തൊട്ടുമ്പോൾ എല്ലാ വീഡിയോസും ബുദ്ധിമുട്ടെല്ലാം കണ്ട് നോക്കി ഷുവറെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റും ഇനി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കേസ് അനലൈസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ഫ്യൂഷനെ തെർമോന്യൂക്ലിയർ പ്രോസസ്സ് എന്ന് വിളിക്കാൻ കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കർ ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറാണ്. ഞാൻ പറയുന്നുണ്ട് അവിടെ 10⁻⁹ കെൽവിൻ്റെ ഏകദേശം ആ ഒരു റേഞ്ചിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവനെ തെർമോന്യൂക്ലിയർ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8 ഞാൻ പറഞ്ഞ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കട്ടോ. ഒബ്റ്റൈൽ ഒന്നാമത്തെ പ്രോബ്ലമാണ് ഒബ്റ്റൈൻ ദ ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലി അയൺ. അത് നമ്മൾ 2656 അറ്റോമിക് നമ്പറാണ് കേട്ടോ, 26 ഇൻ യൂണിറ്റ്സ് ഓഫ് MEV ഫ്രം ദ ഫോളോയിങ് ഡാറ്റ്. ഇത് ഇൻസൈഡിലെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് ആക്ച്വൽ മാസ് ഓഫ് അയൺ തന്നിട്ടുണ്ട് 55.9349339 U. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് അതിൻ്റെ ആൻസർ ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രോബ്ലം 1 എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് അടിക്കുക. ഓക്കെ, EBC = ഡെൽറ്റ m/c², അല്ലെങ്കിൽ ഡെൽറ്റ m/MEവിൽ ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്താ 931.5. അപ്പോൾ നിങ്ങൾ ഡെൽറ്റ MA കണ്ടുപിടിക്കേണ്ടു. ഡെൽറ്റ എമ്മിൻ്റെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു, ZMP + A - ZMN - M. ഇവിടെ Z ഉണ്ട്, എത്രയാണ് പറ്റുമെങ്കിൽ അതും കൂടി നോട്ട് ചെയ്തോ. ബാക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാൽക്കുലേറ്റ് ചെയ്തോട്ടോ, നമുക്ക് അവൈലബിൾ അല്ല, സമയം കളയണ്ട. Z എന്താണ് 26, MP എന്താ പ്രോട്ടോണിൻ്റെ മാസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. AMUവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, കിലോഗ്രാമിൽ ചെയ്യണമെന്നില്ല. ദെൻ നെക്സ്റ്റ് ആര് A - Z, അതായത് 56ന് 26 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടി. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മാസ് ഓഫ് ന്യൂട്രോൺ മൾട്ടിപ്ലൈ ചെയ്യുക. അതറിയില്ലെങ്കിൽ അതും ചോദിച്ചു, പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസം അറിയില്ല അതും ചോദിച്ചോട്ടാ. മൈനസ് ആക്ച്വൽ മാസ്, അതാണ് കേട്ടോ താഴെയുള്ള ഈ 55 മൾട്ടിപ്ലൈ. അപ്പോൾ മൈനസ് ചെയ്തിട്ട് തൊട്ട് മുമ്പ് പറഞ്ഞ 931.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അയേണിൻ്റെ ബൈൻഡിങ് എനർജി MEVയിൽ കിട്ടും. ഓക്കെ, അതാണ് ഒരു മോഡൽ പ്രോബ്ലം. പിന്നെ ചാൻസുള്ള മറ്റൊരു മോഡലാണ് 2 ന്യൂക്ലിയ ഉണ്ട് മക്കളെ, ഹാഫ് മാസ് നമ്പേഴ്സിൻ്റെ റേഷ്യോ 1:8 ആണ് അവരുടെ മാസ് നമ്പേഴ്സിൻ്റെ റേഷ്യോ. അങ്ങനെയാണ് ന്യൂക്ലിയർ റേഡിയസിൻ്റെ റേഷ്യോ എന്താണ്. ഇതാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഡെൻസിറ്റി പറയുമ്പോൾ 6 വന്ന് അത് തന്നെയാണ് കേട്ടോ. അത് R = R0, R സഫിക്സ് 0 ആണ് കേട്ടോ. എനിക്ക് അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇതാണ് R = R0 A⁻⁴. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ന്യൂക്ലിയർ റേഡിയസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. R0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ 1.2 × 10⁻⁻15 15 ആണ് കേട്ടോ. -15 ആണ് കേട്ടോ. -15 ഫെംറ്റോ എന്നൊക്കെ വിളിക്കും. ഓക്കെ, 1.2 ഫെംറ്റോമീറ്റർ ഓർ 1.2 FM ആണ് R0. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു A⁻⁴ അല്ലേ. അപ്പോൾ റേഡിയസിൻ്റെ റേഷ്യോ എന്താ R1/R2. നിങ്ങൾക്കിത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്നോട് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഓഡിയോ കേട്ടിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷുവർലി നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ ഹെൽപ്പ് ആക്കാം. R1/R2 = A1⁻⁴ / A2⁻⁴. അത് A1 എന്താ എത്രയാ 1 1:1/3 എന്താ 1 8:1/3 എത്രയാ, അതായത് 8ൻ്റെ ക്യൂബിക് റൂട്ട് എത്രയാ 2. ആൻസർ അവിടെ കിട്ടിയില്ലേ. R1:R2 എന്താ 1:2 ആണ് അവിടെ ആൻസർ വരും. ആ മോഡലൊന്ന് പ്രതീക്ഷിച്ചോട്ടോ. ദെൻ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഒരു പ്രോബ്ലം ഉണ്ട്, അതിനവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ എനർജി ഇക്വലൻറ്റ് ഓഫ് 1 AMU. ഒരു AMUവിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എനർജി ഉണ്ടാകും? E = mc² അല്ലേ. 1 AMU എന്ന് പറഞ്ഞാൽ എന്താ, 1 AMU എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1.6605 × 10⁻27 കിലോഗ്രാം c². 3 × 10⁻8 ആണ്. പക്ഷേ ഇൻസൈഡിൽ വ്യക്തമായിട്ട് 2.99, ശരിക്കും പറഞ്ഞാൽ 3 അല്ലല്ലോ, 2.9979 നമ്മൾ 3 റൗണ്ട് ചെയ്യുന്നതാണ് ലൈറ്റിൻ്റെ എസ്റ്റിമേറ്റ്. കാരണം അത് എലമെൻ്ററി ആയതുകൊണ്ടാണ് അത് കൂടി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ മൈന്യൂട്ട് പോലും നോക്കുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് c² ഈ 1.6605 × 10⁻27 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എനർജി ജൂളിൽ കിട്ടി 14.92 സംതിങ് × 10⁻11 ജൂള്. ഇനി അതിനെ എനിക്ക് ഇലക്ട്രോൺ വോൾട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം കിട്ടിയ ആ ജൂളിലെ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 1.6 × 10⁻19 ചെയ്തിട്ടോ, അത് ആ സ്റ്റെപ്പിന് അവിടെ എഴുതിയിട്ടില്ല. ഡിവൈഡഡ് ബൈ 1.6 ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 931.5 × 10⁻6. 10⁻6 എന്ന് പറഞ്ഞാൽ മെഗ ആയതുകൊണ്ട് 931.5 MEV. ഈ ഒരു സംഭവമാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി. MEVയിലാണെങ്കിൽ 931.5നെ 5 കൊണ്ട് ഡെൽറ്റ M ഓർ മാസ് ഡിഫക്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ. ഒരു ഇലക്ട്രോൺ വോൾട്ട് 1.6 × 10⁻19 ജൂളാണ്. അപ്പോൾ ഒരു AMUവിനും 1 AMU മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് ബൈൻഡിങ് എനർജി ഓർ എനർജി ഉണ്ടാവുക? 931.5 MEV ആണെന്നുള്ള ആ ഇക്വേഷൻ കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ഒന്നുമില്ല തൊട്ട് മുമ്പ് പറഞ്ഞൊരു ഡിഫൈൻ AMU. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, നമ്മൾ സ്മോളർ യൂണിറ്റ് ഓഫ് മാസ് ആണല്ലേ, വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എസ്പെഷ്യലി ന്യൂക്ലിയർ മാസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് AMU. ഒരു AMUവിന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താ, ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതും കൂടി എഴുതിയത്. കാരണം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എഴുതിയാൽ സ്മോളർ യൂണിറ്റ് ഓഫ് മാസ് എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ,
അപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ഡെഫിനിഷൻ എഴുതണം. 1/12 ഓഫ് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് 1 AMe. ആ 1 AMeയുടെ വാല്യൂ ആണ് 1.6605 ഇൻറ്റു 10⁻⁻27. ഈ വാല്യൂ ആണ് തൊട്ട് മുമ്പ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇതിനെയാണ് ഞാൻ ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ സ്ക്വയർ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ റെയർ ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ടഫ് ആക്കിയാണെങ്കിൽ മാർക്ക് അടിക്കേണ്ട വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് 2 ന്യൂക്ലിയോൺസ് വിത്ത് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻസ് ബിറ്റ്വീൻ ദം. അത് നിങ്ങൾ ഗ്രാഫ് വരക്കണം. ആരൊക്കെ തമ്മിലാണ് പൊട്ടൻഷ്യൽ എനർജി? 2 ന്യൂക്ലിയോൺസ്, 2 ന്യൂക്ലിയോൺസ് ആണ് കേട്ടോ. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും ഒരുമിച്ച് വിളിക്കുന്ന പേരല്ലേ ന്യൂക്ലിയോൺസ്. അപ്പോൾ 2 ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ന്യൂക്ലിയോൺസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും സെപ്പറേഷൻ, ആ 2 ന്യൂക്ലിയോൺസ് തമ്മിലുള്ള സെപ്പറേഷനും വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് കേട്ടോ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് വരിക. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പം FM നമ്മുടെ 3FM കൂടുതലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറവാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, പക്ഷെ അത് വളരെ കുറവാണ്. പക്ഷേ ഒരു R0ൻ്റെയും 3ൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ്, അതുകൊണ്ട് അട്രാക്റ്റീവ് ആണ്, മോശമില്ലാത്ത രീതിയിലുണ്ടാവും. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഡിസ്റ്റൻസ് നേരത്തെ R0ൻ്റെയും 3ൻ്റെ ഒക്കെ ഇടയിലാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അട്രാക്റ്റീവ് ആണ്. ഇനി R0നെ നമ്മൾ ഡിസ്റ്റൻസ് R0 എന്ന് കൊണ്ടുപോകാം. R0നേക്കാൾ കുറവാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവാണ്. പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് റിപ്പൾസീവ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു അനലൈസ് ചെയ്യാൻ പറ്റും, അതും കൂടി ഓക്കെ ആണോ? അതാണ് അവിടെ ചോദിക്കാൻ പറ്റുന്ന റെയർ ക്വസ്റ്റ്യൻ. പിന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യം. എക്സ്പ്ലെയിൻ ദ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ആരാ ഡിസ്കവർ ചെയ്ത് അറിയാലോ? ജെയിംസ് ചാഡ്വിക്ക് ആണ്. അദ്ദേഹം എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, അറിയില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഓക്കെ, ദെൻ ഒന്നുമില്ല, കഴിഞ്ഞു. ലാസ്റ്റ് ഡിഫൈൻ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. വളരെ സിമ്പിളാണ്. പണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അടക്കം ചോദിച്ചിട്ടുണ്ട്. കൊറോണ ടൈമിൽ, കോവിഡിൻ്റെ സമയത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ചോദിച്ചേ? എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ എലമെൻറ്റ് XZA. അതിൽ Z എന്താ, A എന്താ, അതിൽ ന്യൂട്രോൺ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ നിങ്ങൾ പറയുന്നത് അറ്റോമിക് നമ്പർ ആരാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. മാസ് നമ്പർ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ? അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അത് ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എവിടെ നിന്നും വരുന്നത്? നമ്മൾ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വരുന്നത്. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ? 100% ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഷുവർലി ഇവിടെ നിന്ന് വന്നാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 100%. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്ത് ഡൗട്ടോ കാര്യങ്ങൾ എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോദിച്ചോ. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് സെഷൻ കേട്ടോ മക്കളെ. താങ്ക് യു.